ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് പോകാൻ പോണത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് രാമായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ നീ പോണ വഴിക്ക് ഇതേ ഇവന്മാരെയും കണ്ടിട്ടാ. സിംഹവാലം കുരങ്ങാണ്. ഇവൻ്റെ കൂടെ 3 പേര് കൂടി വേറെ ഉണ്ട്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി കഴിഞ്ഞിട്ടൊരു 4-4.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോപ്സ് ടീമിൻ്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ അകത്താണ് സീതാർകുണ്ട് എന്ന് പറഞ്ഞ വ്യൂ പോയിൻ്റ് വരുന്നത്. ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ചെക്ക് പോസ്റ്റിൽ വണ്ടി നമ്പറും പേരും മൊബൈൽ നമ്പറും മാത്രം കൊടുത്താൽ മതി. ഈ എസ്റ്റേറ്റിന് മുൻപായിട്ട് ഫുള്ള് തേയിലത്തോട്ടം, അത് കഴിഞ്ഞ് എസ്റ്റേറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കാപ്പിക്കുരു ഇല്ലേ, അതാണ് തോന്നുന്നത്, അതിൻ്റെ തോട്ടമാണ് മൊത്തം. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പാർക്കിങ്ങും സൗകര്യങ്ങളും വരുന്നത്. പാർക്കിങ്ങിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ബാത്റൂം ഫെസിലിറ്റീസ് ഇവിടെ തന്നെ ഉണ്ട്, അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ഏകദേശം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് 2-2.5 കിലോമീറ്റർ ഉണ്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ട് വ്യൂ പോയിന്റിലേക്ക് വഴി നടക്കുകയാണ്. എന്തായാലും എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട്, അതായത് ഫുള്ള് തേയിലത്തോട്ടവും നല്ല കാറ്റും നല്ല തണുപ്പുണ്ട് ഇവിടെ. അടിപൊളി ക്ലൈമറ്റ്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡ് കണ്ട്, അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളത്തിൻ്റെ ബോട്ടിലോ ചിപ്സിൻ്റെ കവറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിയാതെ ആ വേസ്റ്റ് ബിന്നിൽ തന്നെ നിക്ഷേപിക്കുക. ഇവിടെ വഴിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടേക്കാം കേട്ടോ. പിന്നെ ചുറ്റും തേയിലത്തോട്ടം കാണാൻ നല്ല രസം കൂടിയാണ്. ഞാൻ അങ്ങ് നോക്കിയപ്പോൾ തന്നെ ദൂരേക്ക് കണ്ണെത്താ ദൂരത്ത് വരെ തേയിലത്തോട്ടമുണ്ട്. അത്രയ്ക്കും വിശാലമായിട്ടൊരു എസ്റ്റേറ്റാണ് ഈ പോപ്സ് ടീമിൻ്റെ തേയിലത്തോട്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാട് ജില്ല. 3-4 പ്രാവശ്യം മാത്രം ഞാൻ പാലക്കാട് ഇതേപോലെ വിസിറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും എനിക്ക് ആ സമയങ്ങളൊക്കെ എനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേറെ ഒരു സ്ഥലത്തും കിട്ടാത്തൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഈ പാലക്കാട് ജില്ലയിൽ നിന്ന് കിട്ടി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്രാമീണ പ്രദേശങ്ങളും ഇവിടുത്തെ നേച്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊത്തത്തിൽ പാലക്കാട് ജില്ല അടിപൊളിയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോൾ വഴി കുറച്ചുകൂടി കല്ലും പാറയുള്ള വഴികളായി. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ബോർഡ്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് നോക്കി. എന്തായാലും ഇത് മനുഷ്യന്മാർ ചെയ്താന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. കാര്യം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്, അപ്പോൾ അവർ വരിക. ഓ എൻ്റെ മോനെ, ഇവിടെ നോക്കി എന്ത് രസമാണെന്നറിയാമോ, അടിപൊളിയാണ്. ഒരു വിമാനത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കണ പോലെ ഉണ്ട് ഇവിടെ നിന്നിട്ട്. ഇതാണ് മക്കളെ സീതാർകുണ്ട് വ്യൂ പോയിന്റ്. നമുക്ക് ഇവിടെ നിന്നാലാണ് നമ്മൾ എത്ര ഹൈറ്റിലാണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടുന്ന് തമിഴ്നാട് ബോർഡറിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പാലക്കാടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഷോളയാർ വനങ്ങൾ, പാലക്കാട് തെക്കൻ ഭാഗം, ആ വശമൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സ്ഥലത്തിന് സീതാർകുണ്ടെന്ന് പേര് വന്നത് എങ്ങനെയാണെന്നറിയാം. പണ്ട് രാമായണ കാലഘട്ടത്തിൽ രാമനും ലക്ഷ്മണനും സീതാദേവിയും വനവാസത്തിലായിരിക്കുമ്പോൾ നെല്ലിയാമ്പതിയുടെ മലനിരകളിലൂടെ യാത്ര ചെയ്തുവെന്നും അവർ ഇവിടെ വിശ്രമിക്കാൻ വന്നിരുന്നു. അതായത് ഇന്നത്തെ സീതാർകുണ്ടിൽ അവർ അന്ന് ഇവിടെ നിന്ന് കുളത്തിൽ നിന്ന് സീതാദേവി വെള്ളം കുടിക്കുകയും, കുളം എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ കുണ്ടെന്ന അർത്ഥം വരുന്നത്, അങ്ങനെയാണ് ഇവിടെ സീതാർകുണ്ടെന്ന് പേര് വന്നത്. അങ്ങനെ രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ വിശ്രമിച്ചിരുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാഴ്ചകൾ കൊണ്ടും ഐതിഹ്യം കൊണ്ടും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ആ സീതാർകുണ്ട്. അങ്ങനെ ഒരുത്തം വന്നിരുന്ന് എൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം തിന്നാൻ കൊടുക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ എനിക്ക് തിന്നാൻ പോലൊന്നുമില്ല. ഇവിടുത്തെ കുരങ്ങന്മാർക്ക് ഒരു പേടിയില്ല കേട്ടോ. അത് ആ കമ്പേരിയുടെ മുകളിൽ കൊടുക്കാൻ നടക്കണുണ്ടാവും, കാണുമ്പോൾ തന്നെ പേടിയാവണ്. അല്ലേ, താഴെ അങ്ങോട്ട് കൊക്കയാണ്, അതേപോലെയാണ്. നിങ്ങൾ വരുമ്പോഴേ കയ്യിലെ ചിപ്സ് സാധനങ്ങളൊക്കെ കൊണ്ടുവരില്ല കേട്ടോ. ഉമ്മാർ നിങ്ങൾ കൊണ്ടുവന്നാലും കാര്യമില്ല, ഇത് ഉമ്മാരൊക്കെ തന്നെ എനിക്ക് തിന്നണേ, ഒക്കെ തട്ടിപ്പിടിച്ചുകൊണ്ടാണ്. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ കുറേ പേരുടെ കയ്യിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകണം ഞാൻ കണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. അത് ചെറിയൊരു മരമാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. എന്ത് മരമാണെന്ന് എനിക്കറിയില്ല. നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് കുറച്ചും കൂടി പോകാൻ പറ്റും, നടന്നു പോകാൻ പറ്റും. അപ്പോൾ അവിടെ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ എങ്ങാണ്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു കമ്പി വേര് കെട്ടി തിരിച്ചേക്കുക. സാധാരണ ഇവിടെ എത്ര തിരക്കുണ്ടാവാറില്ല. ഇന്നിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത്. അതായത് ഫാമിലിയും ഫ്രണ്ട്സ്, കപ്പിൾസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഒറ്റയായിട്ട് വന്നേക്കണേ. ഇവിടം വരെ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റിയത്. പിന്നെ അങ്ങോട്ട് ഒരു ചെറിയ വഴി പോലെ കാണുന്നുണ്ട്, പക്ഷേ നോ എൻട്രി ആണ്. അവിടെ കമ്പി വേര് കെട്ടി തിരിച്ചേക്കാണ്. അവിടെ ആയിട്ടൊരു മല കണ്ട, അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടേക്ക് പോകാൻ പറ്റിയ വഴിയാന്ന് തോന്നണത്. അതെന്തായാലും അടച്ചേക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ആ വഴിയിൽ നിന്ന് പോയി നോക്കാമായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. പക്ഷെ കാണാനുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്.
അപ്പം നിങ്ങളെന്തായാലും ഇവിടെ പാലക്കാട് നെല്ലിയാമ്പതി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വന്നേക്കിട്ടോ. കാര്യം നെല്ലിയാമ്പതിയിൽ നിന്ന് ഇവിടേക്ക് അധികം ദൂരമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും തിരിച്ചിറങ്ങി. പിന്നെ ഞാനൊരു സാധനം ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, അതുകൊണ്ടൊക്കെ തന്നെ നല്ല വിശപ്പുണ്ട്. ഇവിടെ പിന്നെ ഒരു ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കഴിക്കാനൊന്നുമില്ല, ചായ കുടിക്കാം. ഇത് ഈ കാണുന്ന സ്ഥലത്താണ് ചായ കിട്ടണത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒരു ചായക്ക് 20 രൂപയാണ് ഇവിടുത്തെ റേറ്റ്. ചായക്ക് ഇപ്പോൾ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ 20 രൂപയ്ക്കുള്ള ചായ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, എൻ്റെ അഭിപ്രായമാണ്. പക്ഷേ എന്നിരുന്നാലും കൊള്ളാം, തരക്കേടില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.